ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പോൾ ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത് ചിക്കൻ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ അളവാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ തന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് പകുതി പൊടികൾ ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. ഇനി ബാക്കി നമ്മൾ കറികൾ ഉണ്ടാക്കുന്ന നേരത്ത് അതിൽ ബാക്കി പൊടികളും കൂടി ചേർക്കും കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങ നീര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീര് കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്നുകൂടെ കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 15 മിനിറ്റൊക്കെ മതി കേട്ടോ. 15-20 മിനിറ്റോളം മാത്രം മതി. നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വേണ്ട സാധനങ്ങൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മീഡിയം സൈസുള്ള സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 3 എണ്ണം വേണം. എരിവിനനുസരിച്ചിട്ട് കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ വേപ്പില വേണം, മല്ലിയില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇത്രയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടികളുടെ അളവ് ഞാനിനി കറിയിൽ ഇടുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കോൺ ഓയിൽ തന്നെയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഇതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ തന്നെ ഇത് പൊരിച്ചെടുക്കാം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈ ഒരു ഉരുളി തന്നെയാണ് ഞാൻ ഈ കറി വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ ഒന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കനൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്രയും ഓയിൽ ഇതിനകത്ത് കാണുന്നില്ലേ. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഇത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് എത്ര ഓയിൽ ആവശ്യമുണ്ടോ അത്രയും ഓയിൽ മാത്രം മതി. ഞാൻ ഇപ്പോൾ ഇത്ര ഓയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഉള്ളൂ. ഇത്രയും ഓയിൽ വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വാടി വന്ന സമയത്ത് വേണം നമുക്കിതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ച സമയത്ത് അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 6 വലിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണിത്. അതോടെ നമുക്കിതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് കുറയ്ക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ 3 എണ്ണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് 3 എണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇനി കുറച്ചുകൂടി ഉപ്പ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ ഒരു സവാളയിൽ കൂടി ഈ ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കനിലപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. അതിലൊരുപാട് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ പിന്നെ ചേർത്ത് കൊടുക്കരുത്.
അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പൊടികളൊക്കെയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പകുതി പൊടികളൊക്കെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്നത് നമ്മൾ ഈ ഒരു ടൈമിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്തുണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്പോൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് എനിക്ക് അങ്ങനെ കൂടുതൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ പിടിച്ച പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ അത് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ തക്കാളി ഇട്ട് കഴിയുമ്പോൾ ഈ അടിയിലുള്ളതൊക്കെ അങ്ങ് വിട്ട് കിട്ടിക്കോളും. ഇത് കരിഞ്ഞ് പിടിച്ചിട്ടുള്ളതൊന്നുമല്ല, അപ്പോൾ അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട. നമ്മളിങ്ങനെ ഉരുളിയിൽ വെക്കുന്നത് കൊണ്ടാണ് അടിയിലിങ്ങനെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാനാണ്, നോൺ സ്റ്റിക്ക് പാനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ഇനി നമുക്കിതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല പോലെ തന്നെ വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് നമുക്കിത് വെന്തുടഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് തക്കാളി ഒന്ന് കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, തക്കാളിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉരുളിയിലുള്ളതൊക്കെ അങ്ങ് വിട്ട് കിട്ടുമെന്ന് കണ്ടില്ലേ, നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് വെള്ളം, ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനപ്പോൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കറികളിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളം തീരെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിനി ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിൽ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കനിൽ നിന്ന് ഇനി വെള്ളം ഇറങ്ങാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളം ചൂടുവെള്ളം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കുന്ന അത്രയും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇനി ഒരു ഡ്രൈ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കാതെ ആ ഒരു ടൈമിൽ അധികം വറ്റിക്കാതെ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കറിയിൽ വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം കുറച്ച് സമയം ഒരു 10 മിനിറ്റ് നമുക്ക് ഈ ഒരു ചാറിൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് ഇതായിട്ട് കിട്ടണം. ഇതിലിട്ടിട്ട് വേണം നമ്മൾ ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി, എങ്കിലേ നമ്മളെ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനി അടിയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ തീരെ ഇതിനകത്തേക്ക് വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ അത് ഡ്രൈ ആക്കിയിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആക്കണ്ട, കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഡ്രൈ ആയിട്ട് ഞാൻ ഈ ഒരു ടൈമിലാണ് ഞാനത് ഓഫ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഡ്രൈ റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.